ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ യാത്രയിലെ ലാസ്റ്റ് ഡേ ആണ് ഡൽഹിയിൽ. നമ്മൾ നേരെ പോയത് ലോട്ടസ് ടെമ്പിളിലേക്കാണ്. 18-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് ഇറാനിൽ സ്ഥാപിതമായ ഒരു മതമാണ് ബഹായി. അവരുടെ ഇന്ത്യയിലെ പ്രസിദ്ധമായ ആരാധനാലയമാണ് ലോട്ടസ് ടെമ്പിൾ. വളരെ വിശാലമായ ഗാർഡനും പച്ചപ്പും നിരവധി സസ്യങ്ങളൊക്കെ ഉള്ള അതിവിശാലമായ ക്ഷേത്ര സങ്കേതമാണ് ലോട്ടസ് ടെമ്പിൾ. ദൂരെ നിന്നുള്ള ആ കാഴ്ച തന്നെ എല്ലാവരുടെയും മനസ്സ് കുളിർപ്പിക്കുന്നതാണ്. ഇറാനിയൻ ശില്പിയായ ഫരിബേഴ്സ് സാബയാണ് 1986 പണിപൂർത്തിയായ ഈ ക്ഷേത്രത്തിൻ്റെ ശില്പി. ഡൽഹിയിലെ ബഹാപൂർ ജില്ലയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ ഒരു താമരയുടെ ആകൃതിയിൽ 27 ദളത്തോടു കൂടി നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാം. അർദിഷുർ റുസ്താംപൂർ എന്ന ബഹായി വിശ്വാസിയാണ് 1953 തൻ്റെ സമ്പാദ്യമെല്ലാം ചിലവഴിച്ച് ഇവിടെ സ്ഥലം വാങ്ങിയത്. ഈ ക്ഷേത്രം 26 ഏക്കറിലാണ് വ്യാപിച്ച് കിടക്കുന്നത്. 34.27 മീറ്ററാണ് ഈ നിർമ്മിതിയുടെ ഉയരം. താമരപ്പൂവിൻ്റെ ആകൃതിയിൽ 27 ദളങ്ങളാണ്. ഈ ഇതളുകൾ വെള്ള കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചതാണ്. നോക്കൂ, ഒരു കാഴ്ച, ആ പക്ഷികൾ പറക്കുന്ന മനോഹരമായ ഒരു കാഴ്ച. ക്ഷേത്രത്തിന് ചുറ്റും 9 ജലാശയങ്ങളുണ്ട്. ഈ ജലാശയങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട്. ക്ഷേത്രത്തിനകത്തേക്ക് പാദരക്ഷകൾ ഉപയോഗിക്കുവാൻ പാടില്ല. അതിനാൽ തന്നെ എല്ലാവരും സ്വയം അവരുടെ പാദരക്ഷകൾ ഓരോ കവറിലാക്കി അവരുടെ കയ്യിൽ തന്നെ സൂക്ഷിച്ചു. ക്ഷേത്രത്തിന് അകത്തേക്ക് നീങ്ങുന്ന കാഴ്ച. ക്ഷേത്രത്തിനകത്ത് പ്രത്യേക പ്രതിഷ്ഠയോ മറ്റ് ആരാധനാ രീതികളോ ഒന്നും തന്നെ ഇല്ല. അതൊരു വിശാലമായ ഹാളാണ്. മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ ക്ഷേത്രത്തിനകത്തേക്ക് കയറുവാനായിട്ട് അവിടെ നിൽക്കുമ്പോഴും നല്ല മഴ പെയ്തു. ഇത് മഴ പെയ്യുന്നതല്ല, ഈ സൈലന്റ് ആയ കുളത്തിൽ എങ്ങനെ വെള്ളം വീണാൽ അങ്ങനെ ഉണ്ടാവുന്നത് കാണിച്ചു തരുന്നതാണ്. ഇത് മഴ പെയ്യുന്നതല്ല കേട്ടോ, അതാ നോക്കിക്കോളൂ. മഴ പെയ്യുമ്പോൾ ആ ക്ഷേത്രക്കുളത്തിലെ കാഴ്ച വർണ്ണനാതീതമാണ്. നമ്മളങ്ങനെ അവിടെ ലോട്ടസ് ടെമ്പിളിലേക്ക് കയറാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഈ ഒരു ലോട്ടസ് ടെമ്പിളിന്റെ അകത്ത് നേരത്തെ പറഞ്ഞു ആരാധനാ രീതികളോ മറ്റ് പ്രതിഷ്ഠയോ ഒന്നും തന്നെ ഇല്ല. മെഡിറ്റേഷൻ, അതാണ് അവിടുത്തെ പ്രയർ. റിലാക്സ്ഡ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യാം. ഈ ക്ഷേത്രത്തിനകത്തേക്ക് കയറുമ്പോൾ അവിടുത്തെ രീതികളെ പറ്റി ആ ബഹായി വളണ്ടിയേഴ്സ് നമുക്കായിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. അങ്ങനെ അതൊക്കെ കേട്ടു. അവിടെ ഇരുന്ന് ക്ഷേത്രത്തിനകത്തിരുന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്, നമ്മുടെ എൻ്റയർ ടീം. പച്ചപ്പ് നിറഞ്ഞ ആ ഗാർഡനിലൂടെ നമ്മൾ തിരിച്ച് നടക്കുകയാണ്. അടുത്ത ലൊക്കേഷൻ ഖുത്തബ് മിനാറാണ്. അപ്പോൾ അവിടേക്ക് എൻട്രി കടന്ന് നമ്മൾ പോവുകയാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ തന്നെയാണ് അവിടെയും നമ്മളെ സ്വാഗതം ചെയ്തത്. എൻട്രി പോയിന്റിൽ നിന്നും നമ്മൾ നടക്കുമ്പോൾ ആ ഖുത്തബ് മിനാറിൻ്റെ ആദ്യ ദർശനം നമുക്ക് കിട്ടും. ഗതകാലത്തിൻ്റെ ഓർമ്മകളെ അയവിറക്കുന്ന ഖുത്തബ് മിനാർ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ചരിത്ര നിർമ്മിതിയാണ് ഖുത്തബ് മിനാർ. 1199 മുതൽ 1220 വരെയുള്ള കാലഘട്ടത്തിനിടയിലാണ് ഇതിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. 1900കളുടെ അവസാനത്തിൽ ഖുത്തബ് ബിൻ ഐബക്ക് എന്ന് പറഞ്ഞിട്ടുള്ള
ഒരു രാജാവാണ് ഈ ഒരു കുത്തബ് മിനാറിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുശേഷം ഫിറോസ് ഷാ തുഗ്ലക്ക് അതിൻ്റെ 2ാം ഭാഗം നിർമ്മിച്ചു. അതിനുശേഷം ഇൽത്തുമിഷ് അത് കംപ്ലീറ്റ് ചെയ്തു. ഇതൊരു വാർ മെമ്മോറിയൽ കൂടിയാണെന്നാണ് പറയുന്നത്. 71 മീറ്ററോളം ഉയരമുണ്ട് ഈ ഒരു കുത്തബ് മിനാറിന്. അപ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്ന കുത്തബ് മിനാറിൻ്റെ മനോഹരമായ സാൻഡ് സ്റ്റോൺ വർക്കുകളും അതിലുള്ള ലിപികളും എഴുത്തുകളൊക്കെ നമുക്ക് ആസ്വദിക്കാം. നല്ല മനോഹരമായ ആ ഒരു വ്യൂ. ട്രഡീഷണൽ ഇസ്ലാമിക് ശില്പകലയും തെക്ക് പടിഞ്ഞാറ് ഏഷ്യൻ ഡിസൈനും ചേർന്നതാണ് ഈ കുത്തബ് മിനാർ ഉൾപ്പെടുന്ന ഒരു കോംപ്ലക്സ്. കുത്തബ് കോംപ്ലക്സിൽ കുത്തബ് മിനാറിന് അടുത്തായിട്ട് തന്നെ ഒരു പള്ളിയുണ്ട്. മുഹമ്മദ് ഗോറിയുടെ പ്രതിനിധിയായിട്ടാണ് കുത്തബുദ്ദീൻ ഐബക്ക് ഇവിടെ വന്നത്. അതിനുശേഷം അദ്ദേഹം ഇതിനോട് ചേർന്ന് ഒരു പള്ളി പണിയുകയും ചെയ്തു. കുത്തബ് മിനാറിൻ്റെ ആ ദൃശ്യചാരുത, അല്ലെങ്കിൽ ആ ഒരു തകർന്ന കെട്ടിടങ്ങളുടെ, ചരിത്രപരമായ കെട്ടിടങ്ങളുടെ ഇടയിലൂടെ കുത്തബ് മിനാറിൻ്റെ കാഴ്ച വളരെ ഭംഗിയായി സായിച്ച് പകർത്തിയിരിക്കുന്നു. കുത്തബ് മിനാറിൻ്റെ കാഴ്ചകൾ കണ്ട് നമ്മൾ അവിടെ നിന്നും നേരെ ഇന്ത്യയുടെ പാർലമെൻറ്റ് മന്ദിരം, പഴയതും പുതിയതും, രാഷ്ട്രപതി ഭവൻ, ഡിഫൻസിൻ്റെ ഓഫീസ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, അതിൻ്റെയൊക്കെ അടുത്തുകൂടെ ദൂരക്കാഴ്ചകൾ ബസ്സിൽ നിന്നും കണ്ടുകൊണ്ട് നമ്മൾ നീങ്ങി. ഇതാ നേരെ കാണുന്നതാണ് നമ്മുടെ പാർലമെൻറ്റ് മന്ദിരം. ഇടതുഭാഗത്തത് പഴയതും വലതുഭാഗത്തത് പുതിയതും. ശേഷം നേരെ ഇന്ദിരാഗാന്ധി മെമ്മോറിയലിലേക്കാണ് പോയത്. അയൺ ലേഡി ഓഫ് ഇന്ത്യ എന്ന വിശേഷണം കിട്ടിയ ഇന്ദിരാഗാന്ധിയുടെ വീട്, അവർ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഇന്ദിരാഗാന്ധി മ്യൂസിയം, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ താമസിച്ചിരുന്ന വീടും അദ്ദേഹത്തിൻ്റെ ഗൺമാനാൽ വെടിയേറ്റ് മരിച്ച ഒരു സ്ഥലവും കൂടിയാണ് ഇവിടെ. അങ്ങോട്ടേക്ക് പോകാം. ഇന്ദിരാഗാന്ധിയുടെ നിരവധി ഫോട്ടോകൾ, അവരുടെ ഭരണകാലത്തുണ്ടായിരുന്ന ചരിത്രപരമായ പല തീരുമാനങ്ങളുടെ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ ഒക്കെ വാർത്തകൾ വന്ന പത്രങ്ങളുടെ തലക്കെട്ടുകൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ ഒരു മാതൃഭൂമി കട്ടൗട്ട് അവിടെ ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ കാലത്തെ ആ ഒരു പത്രത്തിൻ്റെ കട്ടിങ്. ഒരു ഗതകാല സ്മരണകൾ, അല്ലെങ്കിൽ അന്നത്തെ ആ കാലത്തെ എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള ഒരു ചിന്തകളിലേക്ക് ഏതൊരു ആളും ചെന്നെത്തും. ഇന്ദിരാഗാന്ധിയുടെ പുത്രനായിരുന്ന രാജീവ് ഗാന്ധിയുടെ ഫോട്ടോകൾ, ജവഹർലാൽ നെഹ്റുജിയുടെ ഫോട്ടോകൾ, ഇന്ദിരാഗാന്ധി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്ന അന്നത്തെ കട്ടൗട്ട്, അങ്ങനെ മൊത്തം ഒരു ഇന്ദിരാമയം തന്നെയാണ് ആ ഒരു വീട്. വീടിന് അകത്തെ കാഴ്ചകൾ, ലൈബ്രറി, ഇരിപ്പിടങ്ങൾ,
പ്രധാനമന്ത്രിയുടെ വിസിറ്റേഴ്സ് ഹാളാണിത്. അവിടെ നിരവധി ഇരിപ്പിടങ്ങൾ കാണാം. രാജീവ് ഗാന്ധിയുടെ ഒരു ഡ്രസ്സാണ് അവിടെ. അദ്ദേഹത്തിൻ്റെ മിനി കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ഇതുവഴിയാണ് ഇന്ദിരാഗാന്ധി വീക്കെൻഡിൽ അക്ബർ റോഡിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇന്ദിരാഗാന്ധിയുടെ വീടാണ്. എല്ലാ ദിവസങ്ങളിലും ഇതുവഴി നടന്നു പോകും. അതുപോലെ തന്നെ ഇതൊരു ഓഫീസിലേക്കുള്ള വഴി കൂടിയാണ്. ഓഫീസിലേക്കുള്ള വഴിയിൽ അവിടെ കാണാം ഒരു ബ്ലാക്ക് സ്പോട്ട് കാണാം. അവിടെ വെച്ചിട്ടാണ് അവരുടെ ഗൺമാനാൽ 1984 ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുന്നത്. അവിടെ ഒരു ബ്ലാക്ക് ഗ്ലാസ് പ്ലേസ് ചെയ്തിട്ട് കാണാം. അവിടെ വെച്ചിട്ടാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചത്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് കാണുന്നത്. പിന്നെ വിശാലമായ ഒരു ഗാർഡൻ, നിരവധി മരങ്ങളൊക്കെയുള്ള ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു എനർജി ക്രിയേറ്റ് കിട്ടുന്ന ഒരു ഗാർഡൻ. അവിടെ ഒരു മയിലൊക്കെ ഉണ്ടായിരുന്നു. ശേഷം നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. ഉച്ചഭക്ഷണത്തിന് ശേഷം വീണ്ടും അന്നത്തെ ദിവസത്തെ മെയിൻ മറ്റൊരു അട്രാക്ഷനായ അക്ഷർധാം ടെമ്പിളിലേക്കാണ് പോയത്. അക്ഷർധാം ടെമ്പിള് ഏതൊരു സഞ്ചാരിക്കും നിരവധി സമ്പന്നമായ കാഴ്ചകൾ നൽകുന്ന ഒരു ക്ഷേത്രമാണ്, ക്ഷേത്ര സങ്കേതമാണ്. സ്വാമി നാരായണൻ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള. പക്ഷെ അകത്ത് നമുക്ക് മൊബൈൽ ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ അക്ഷർധാം ടെമ്പിളിൻ്റെ ദൂരെ കാഴ്ചകളാണ് ഇതിൽ പകർത്തിയിട്ടുള്ളത്. കണ്ടാലും മതിവരാത്ത നിരവധി കാഴ്ചകൾ, ലേസർ ഷോ, വാട്ടർ ഷോ അടക്കം നമുക്കവിടെ കാണുവാനുണ്ട്. വൈകുന്നേരങ്ങളിൽ എത്തിച്ചേരാൻ ശ്രദ്ധിക്കുക. ആ സമയത്ത് ഈ ഒരു വാട്ടർ ഷോ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ഡിന്നറൊക്കെ കഴിച്ചു. കുറച്ച് സമയം റെസ്റ്റൊക്കെ ചെയ്തു. രാത്രി പുലർച്ചെ തന്നെ നമ്മൾ 6 പേര് സായുജടക്കം 6 പേര് ഫ്ലൈറ്റിലാണ് തിരിച്ച് യാത്ര മംഗലാപുരം എയർപോർട്ടിലേക്ക്. അപ്പോൾ എയർപോർട്ടിലെ കാഴ്ചകളാണിത്. രസകരമായ ഒരു കാഴ്ചയും കൂടിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിശാലമായ രാജ്യ തലസ്ഥാനത്തിൻ്റെ ഒരു എയർപോർട്ടാണ്. അപ്പം അതിൻ്റെ ആ ഒരു പ്രൗഢിയും വിശാലതയൊക്കെ നമുക്കവിടെ കാണാൻ സാധിച്ചു. നടക്കാൻ ഏറെ ഉള്ളത് കൊണ്ട് നമ്മൾ എസ്കലേറ്ററിൻ്റെ സഹായം എടുത്തു. അപ്പോൾ എസ്കലേറ്ററിലെ കാഴ്ചകളാണ്. രാധമ്മ, സീതമ്മയൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. രവിയേട്ടൻ, പവിയേട്ടൻ അവർക്കൊക്കെ. മറ്റുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ട്രെയിനിലാണ് തിരിച്ച് യാത്ര നാട്ടിലേക്ക്. നമുക്ക് വേഗത്തിൽ വരാനുള്ളത് കൊണ്ടും കൂടിയാണ് നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ടുള്ളത്. രാവിലെ ആയിരുന്നു. ഡൽഹിയിൽ നിന്നും 5:10 ഫ്ലൈറ്റ് ജേണി സ്റ്റാർട്ട് ചെയ്തു. ഉണർന്ന് വരുന്ന ഡൽഹി നഗരത്തിൻ്റെ കാഴ്ചകൾ ഫ്ലൈറ്റിലിരുന്നു കൊണ്ട് നമ്മൾ ആസ്വദിച്ചു. നന്നായി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 2 മണിക്കൂറോളം. ഉണർന്ന് നോക്കിയപ്പോൾ താഴെ മേഘമാലകൾ ഇങ്ങനെ പഞ്ഞിക്കെട്ട് കണക്കെ ഇങ്ങനെ കാണുകയാണ് താഴത്തെ കാഴ്ചകൾ.
മംഗലാപുരം എയർപോർട്ടിന് ചുറ്റും 2-3 തവണ കറങ്ങി കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കൊണ്ട് മഴയുണ്ടായിരുന്നു നന്നായിട്ട്. അങ്ങനെ നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങുകയാണ് മംഗലാപുരം എയർപോർട്ടിലേക്ക്. അങ്ങനെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. 5 ദിവസത്തെ അല്ലെ 6 ദിവസത്തെ നമ്മുടെ ഡൽഹി ട്രിപ്പിന് ഇവിടെ വിരാമമാകുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.